ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് വേളാമീൻ കിട്ടിയിട്ട് നല്ല ഫ്രഷ് വേളാമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറി വയ്ക്കാം. നല്ല ഷാപ്പിൽ വെക്കുന്ന കണക്ക് നല്ല കുറുകിയ കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ബ്ലഡൊക്കെ ഉണ്ട്. ആദ്യം ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നല്ല കുരുമുളക് ഇട്ട് പൊട്ടിക്കണം കേട്ടോ. കുരുമുളക് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട സാധനം തക്കാളി വേണം, സവാള വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. ഇത്ര ഐറ്റമാണ് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില മസ്റ്റായിരിക്കണം. എനിക്കിവിടെ കിട്ടത്തില്ല കേട്ടോ. അന്നേരം നമ്മൾ ആ കുരുമുളക് പൊട്ടിയിട്ടുണ്ട്. ഈ കുരുമുളക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഈ മസാല, ഈ ഐറ്റം വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലതായിട്ട് വാടി പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് പറയാം. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഫിഷ് നല്ലതായിട്ട് കഴുകി വെച്ചിട്ടോ. ഒരുപാട് വെള്ളത്തിൽ കഴുകണം. കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കഴുകണം. ഒരു നല്ല ചോര ഉണ്ടായിരുന്നു. അഞ്ചാറ് വെള്ളത്തിൽ കഴുകണം. എന്നാലേ നല്ലതായിട്ട് വൃത്തിയാവും. നല്ല ടേസ്റ്റ് കേട്ടോ ഈ മീൻ. അപ്പോൾ മീനെല്ലാം ഞാൻ നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് പറയാം. നല്ലതായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വാടണം. ഇനി നമുക്കിതിനകത്തോട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഉപ്പ് മാത്രം മതി കേട്ടോ. അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയുടെ ചുവ മാറണം വരെ നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ മീൻകറി വയ്ക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ആ ചട്ടിക്കകത്ത് തന്നെ ഒഴിച്ച് നമുക്ക് കറി വയ്ക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ ഒരു തക്കാളിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 2 വടക്കംപുളി ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. എന്നാൽ ആ മീനിൻ്റെ സത്തൊക്കെ ഇറങ്ങി ടേസ്റ്റ് വരത്തുള്ളൂ. അതിനകത്ത് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അവസാനം. ഇനി നമ്മുടെ കറി ഇവിടെ കിടന്ന് തിളക്കട്ടെ. കറി റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊണ്ടെടുക്കാം. നല്ല അടിപൊളി വേളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.